ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള KFC ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് വേണ്ടത്. പക്ഷെ എനിക്ക് സ്കിന്നോട് കൂടിയ ചിക്കൻ കിട്ടിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാനാണ് ഈ ചെറിയ പീസായിട്ട് എടുത്താലും മതി. അപ്പോൾ ഒരു ചിക്കൻ 10 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഗാർലിക് പൗഡർ ആണ്, അതായത് വെളുത്തുള്ളി പൊടി. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതി. 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ജിഞ്ചർ പൗഡർ ആണ്, അതായത് നമ്മുടെ ചുക്കുപൊടി. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കി ചേർത്താലും മതി കേട്ടോ, ഓരോ ടീസ്പൂൺ വീതം. അപ്പം ഞാൻ 1 ടീസ്പൂൺ ഗാർലിക് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒറിഗാനോ ആണ്. അപ്പോൾ ഇതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വിനാഗിരിയാണ്. 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കാം. വിനാഗിരി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നാരങ്ങ നീരായാലും മതി. അപ്പോൾ നമുക്ക് മലയാളികൾക്ക് നല്ല സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിന് എരിവിന് വേണ്ടി കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പം ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നേരത്തെ തന്നെ ചേർക്കാം കേട്ടോ, ഞാൻ മറന്നു പോയതാണ്. അപ്പം ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കണം. ഈ ഉപ്പും കുരുമുളകും വിനാഗിരിയൊക്കെ ഇതിമ്പോൾ നല്ലവണ്ണം പിടിക്കാൻ വേണ്ടി ഇത് കുറച്ച് നേരം, അതായത് 1 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ. അപ്പോൾ ഇനി നമുക്ക് ഈ സമയം കൊണ്ട് ബാക്കിയുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ചിക്കനിൽ ഉപ്പ് തേച്ചിട്ടുണ്ടായിരുന്നു. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണിത്. ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ 1 മണിക്കൂറിന് ശേഷം ചിക്കൻ ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയാണ് ഇതിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനുമ്പോൾ ഉപ്പും കുരുമുളകൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ ചിക്കൻ ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. തൊലിയോട് കൂടിയുള്ള ചിക്കൻ ആണെങ്കിൽ നമ്മുടെ കോട്ടിംഗ് ഒക്കെ ശരിക്കും അതിന്മേൽ നിൽക്കൂട്ടോ, അല്ലെങ്കിൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വിട്ടുപോരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് മാറ്റി വെക്കാം. പിന്നെ നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പൊക്കെ മതിയാകും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, നല്ല എരിവുള്ള കുരുമുളക് പൊടി എടുക്കുക കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് കുറച്ചും കൂടി കൂട്ടി കൊടുക്കേണ്ടി വരും, എരിവില്ലാത്തതാണെങ്കിൽ. അപ്പോൾ ഇത് നല്ലവണ്ണം ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഓട്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓട്സിലാണ് നമ്മൾ കോട്ട് ചെയ്തിട്ടാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ KFC ഓട്സ് കോട്ടഡ് ചിക്കനാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത്. ഇനിയിപ്പോൾ ഓട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലേക്സ് ഉണ്ടല്ലോ, അതായാലും മതി കേട്ടോ, അങ്ങനെയും ചെയ്യാം. സാധാരണ KFC ചിക്കൻ ഓട്സ് കോട്ടഡും അതുപോലെ കോൺഫ്ലേക്സ് കോട്ടഡും ആയിട്ട് കിട്ടാറുണ്ട്. ചിലത് രണ്ടും മിക്സ് ചെയ്തിട്ടും ഫ്രൈ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് കയ്യിലുള്ളത് വെച്ചാൽ അത് എടുക്കുക. ഓട്സ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ മിക്കവാറും ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഓട്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം പാലിൻ്റെയും മുട്ടയുടെയും മിക്സിൽ ചിക്കൻ ഒന്ന് മുക്കിയെടുക്കണം. ഇനി ഇത് ഓട്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. കോൺഫ്ലേക്സ് ആണ് എടുക്കുന്നതെങ്കിൽ കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിനി എല്ലാം ഓട്സിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് പ്രഷർ കുക്കറിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഉൾവശം വേവാത്തൊരു പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏകദേശം 1 ലിറ്ററിൻ്റെ ഓയിൽ നമുക്ക് വേണ്ടി വരും. കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചിക്കൻ നന്നായി മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഓയിൽ ചേർക്കണം. അപ്പോൾ എണ്ണ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ നമ്മളിത് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ട്. 1 മിനിറ്റിന് ശേഷം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ 2 വശം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമും പറ്റില്ല, ലോ ഫ്ലെയിമും പറ്റില്ല. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചതിന് ശേഷം നമ്മൾ 1 മിനിറ്റും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ലിഡ് വെച്ചതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. വിസിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് 1 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ 1 വിസിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലെ ആവിയെല്ലാം കളഞ്ഞത് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും ചിലപ്പോൾ 1 വിസിലും കൂടിയൊക്കെ അടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അത് പ്രശ്നമല്ല. അപ്പോൾ നമുക്കിനി ഇതിലെ ആവിയെല്ലാം കളയാം. പിന്നെ ശരിക്കും ബേസിക് KFC ചിക്കൻ ഇങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷേ എങ്ങനെയും നമുക്ക് KFC ചിക്കൻ ഉണ്ടാക്കാം. ഏകദേശം അതേ ഫ്ലേവറിനും ടേസ്റ്റും ആയിരിക്കും നമ്മുടെ ഈ KFC ചിക്കനും. പിന്നെ KFC ചിക്കൻ്റെ സീക്രട്ട് അവർക്ക് ആർക്കും പറഞ്ഞു കൊടുക്കില്ല. കാരണം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കച്ചവടം പൂട്ടിപ്പോവില്ലേ. അപ്പോൾ ചിക്കൻ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഉൾവശം വേവാത്തൊരു പ്രശ്നമേ വരില്ല കേട്ടോ. നമ്മൾ പ്രഷർ കുക്കറിലായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉൾവശമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതേ പ്രകാരം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ KFC ചിക്കൻ അടിപൊളിയായി കിട്ടും. അപ്പം നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് പുറമേ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ KFC ഓട്സ് കോട്ടഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ KFC ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്